വഴികൾ അവർക്ക് തുറന്നു കൊടുക്കുക നിങ്ങൾ. അതല്ലാതെ ആർക്കും വേണ്ടാത്ത രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തിൽ ഇനി ഞാൻ എല്ലാം നേടി എന്ന രൂപത്തിൽ ഒരിക്കലും നിങ്ങൾ പോയിക്കൂടാ. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രസിഡന്റുമാരിൽ ഒരാൾ APJ അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ നിങ്ങളുടെ വിജയം, ആ വിജയം കഴിഞ്ഞ് നിങ്ങൾ ഒരിക്കലും വിശ്രമിക്കാൻ പാടില്ല, നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. കാരണം രണ്ടാമത്തെ ഒരു വിജയത്തിൽ, രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റിൽ, ഒരു ശ്രമത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ പറയും ആദ്യത്തെ വിജയം വെറും ഭാഗ്യമായിരുന്നു, ലക്കിൽ കിട്ടിപ്പോയതാണ്, അത്ര കഴിവൊന്നുമില്ല എന്ന് ആളുകൾ പറയും. ഒരു സംശയം കൊണ്ട് ആളുകൾ പറയും. നന്മ കാണാൻ പ്രയാസപ്പെടുന്നു, തിന്മയുടെ ചെറിയ അരിമ്പെങ്കിലും കാണുമ്പോൾ അതിനെ പ്രതികരിക്കുന്ന ആളുകളാണുള്ളത്. വെളുത്തതെങ്കിലും കറുത്ത ചായം തേക്കാൻ ബ്രഷും എന്തി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. പലപ്പോഴും അവർക്കൊരിക്കലും അവസരം കൊടുക്കരുത്. രണ്ടാമത്തെ ശ്രമത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. അതിന് APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ആദ്യത്തെ വിജയത്തിന് ശേഷം ഒരിക്കലും റെസ്റ്റ് എടുക്കരുത്. റെസ്റ്റ് എടുക്കാൻ സമയമില്ല. അവസാനമായി അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ വിജയിക്കണം. ആത്യന്തികമായ വിജയം നേടുന്നവരെ പരിശ്രമിക്കണം. നിങ്ങൾ ഭഗീരഥ ശ്രമം നടത്തണം. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത്, ഈ ക്ലബിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഈ നാട്ടുകാർക്കറിയാം. വഴിമാറി നിന്നുകൊണ്ട്, ദൂരെ നിന്നുകൊണ്ട് ഈ ക്ലബിനെ വീക്ഷിക്കുന്ന പ്രവർത്തകരോട്, നല്ലവരായ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും ഒരിടമുണ്ട് ഈ ക്ലബിൽ, നിങ്ങൾക്കും ഒരു ഭാഗധേയമുണ്ട് ഈ ക്ലബിൽ. അതുകൊണ്ട് ഈ ക്ലബിൽ നിന്ന് പ്രവർത്തിക്കണം. ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ നാടിന്റെ പുരോഗതിയിൽ നമുക്ക് കൂടെ നിന്നുകൊണ്ട് ചലിക്കുവാൻ സാധിക്കുകയുള്ളൂ. കക്ഷി രാഷ്ട്രീയത്തിന്റെ കൂടെയില്ല ഈ ക്ലബിന്. സ്നേഹം മാത്രമാണ് ഇതിന്റെ മാനദണ്ഡം. മതസംഘടനകളുടെ സങ്കുചിത മനോഭാവമില്ല ഈ ക്ലബിന്. സ്നേഹം മാത്രമാണ് മാനദണ്ഡം. ആർക്കും പ്രവർത്തിക്കാം. ഇതിലപ്പുറം എന്ത് മാനദണ്ഡമാവേണ്ടത്? ഇവിടെ കുടുംബം പ്രശ്നമല്ല, രാഷ്ട്രീയം പ്രശ്നമല്ല, ആരാണ് എന്നുള്ള പ്രശ്നമല്ല, ആർക്കും പ്രവർത്തിക്കാം. അതുകൊണ്ട് അത്തരമൊരു സ്നേഹ കൂട്ടായ്മക്ക് എന്റെ ക്ലബിലുള്ള പ്രവർത്തകരും വിട്ടുനിൽക്കുന്നവരും വഴിപിരിഞ്ഞവരോടുമൊക്കെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, തിരക്ക് പിടിച്ച ഒരു എക്സിക്യൂട്ടീവ് കമ്പനിയിലെ ജോലി കഴിഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയപ്പോ മകൻ കാത്തിരിക്കുകയാണ് അച്ഛനെ. അദ്ദേഹം വീട്ടിൽ കയറിയപ്പോ മകൻ ചോദിച്ചു, അച്ഛൻ വാ നമുക്കൊന്ന് കളിക്കാം. പക്ഷേ അച്ഛൻ പറഞ്ഞു, മകനെ ഞാൻ കമ്പനിയിൽ നിന്ന് വരികയാണ്, ഒരുപാട് ജോലികൾ ബാക്കി വെച്ചിട്ടാണ് ഞാൻ വരുന്നത്, ജോലിയുടെ കാര്യത്തിൽ ഞാൻ വളരെ പിറകിലാണ്. മകൻ ചോദിച്ചു, അച്ഛാ ഇങ്ങനെ പിറകിലുള്ളവരെ എന്റെ ക്ലാസ്സിലൊക്കെ എന്റെ സ്കൂളിലൊക്കെ പിറകിലുള്ളവരെ പിറകിലേക്കാ മാറ്റല്, പതുക്കെ നടക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞങ്ങളാക്കില്ല, അങ്ങനെ അച്ഛനെ അവരാക്കിയിട്ടില്ലേ? അച്ഛൻ പറഞ്ഞു, ഇല്ല, അത് മൾട്ടിനാഷണൽ കമ്പനിയാണ്, ഏറ്റവും വേഗതയിൽ ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് അവിടെ തുടരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ജോലിയുണ്ട് മകനെ ബാക്കി, അവിടെ മോന് അല്പം ഒന്ന് മാറി നിൽക്കുക, ഞാൻ ഇത് ചെയ്തു തീർക്കട്ടെ. പക്ഷെ മകൻ വിട്ട ഭാഗമില്ല. കാരണം കൂട്ടുകുടുംബമല്ല, അണുകുടുംബമാണ്, കൂടെ കളിക്കാൻ ആളില്ല. സ്വന്തവും കെട്ടിയവനും തന്റെ പട്ടിയും എന്ന രൂപത്തിലാണ് വീട്. അച്ഛൻ മാത്രമേ കളിക്കാൻ വകയുള്ളൂ. അവസാനം അച്ഛനെ തോന്നി, മകനെ എന്തെങ്കിലും ഏർപ്പാട് കൊടുത്ത് മാറ്റി നിർത്തിയില്ലെങ്കിൽ എനിക്ക് പണി തുടരാൻ സാധിക്കില്ല. തന്റെ ബാഗിൽ നിന്ന് ലോകത്തിന്റെ ഭൂപടം മുഖച്ചട്ടയായിട്ടുള്ള ഒരു മാഗസിൻ പുറത്തെടുത്തുകൊണ്ട് ആ ചട്ട വലിച്ചു കീറി, എന്നിട്ട് അത് വീണ്ടും തുണ്ടമാക്കിക്കൊണ്ട് മകൻ കയ്യിൽ കൊടുത്തു. മകനോട് പറഞ്ഞു, ഇത് ലോകത്തിന്റെ ഭൂപടമാണ്, താനിത് ഒപ്പിച്ചു വെക്കണം, നേരെയാക്കി വെക്കണം. അച്ഛനത് കീറിയിട്ടുണ്ട്. ഇയാള് സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, 2-2.5 മണിക്കൂർ മകൻ കഷ്ടപ്പെട്ടാൽ മാത്രമേ ലോകത്തിന്റെ ഭൂപടം നേരെയാക്കാൻ സാധിക്കുള്ളൂ. മകൻ കൊടുത്തു. ഇദ്ദേഹം പണിക്ക് ജോലിയിലേക്ക് ഇരുന്നു. മകൻ കൃത്യമായി 15 മിനിറ്റിന് ശേഷം വന്നിട്ട് പറഞ്ഞു, അച്ഛ ഞാൻ ഈ ഭൂപടം ഇതാ നേരെയാക്കിയിരിക്കുന്നു. അച്ഛന് ഭയങ്കര അത്ഭുതം, നീ ഭൂപടം നേരെയാക്കുന്നു? ശരിയാണ് അച്ഛ, ഇതാ. അത് കാണുന്നവരെ അച്ഛൻ വിശ്വസിച്ചില്ല. കണ്ടപ്പോൾ ഭൂപടം നേരെയായിരിക്കുന്നു. അച്ഛൻ ചോദിച്ചു മകനോട്, മകനെ നീ എങ്ങനെ ഇത്ര എളുപ്പം ഈ ലോകത്തിന്റെ ഭൂപടം, ഈ ലോകത്തെ നീ ഇത്ര എളുപ്പം എങ്ങനെ നേരെയാക്കിയത്? മകൻ പറഞ്ഞു, അച്ഛ അത് വളരെ സിമ്പിളാണ്. ഈ ഭൂപടത്തിന്റെ നേരെ പുറകിൽ ഒരു മനുഷ്യന്റെ ചിത്രമായിരുന്നു. ഞാൻ ആ മനുഷ്യന്റെ ചിത്രങ്ങൾ അച്ഛൻ കീറിയ മനുഷ്യന്റെ ചിത്രം ഞാൻ ഒരുമിച്ച് വെച്ചു.
ഒരു മനുഷ്യൻ നന്നായി വന്നപ്പോൾ അപ്പുറമുള്ള ലോക ഭൂപടം നന്നായി. സുഹൃത്തുക്കളെ, ക്ലബിന്റെ പ്രവർത്തകരെ, നന്മയിൽ വിശ്വസിക്കുന്നവരെ, സ്നേഹത്തിൽ വിശ്വസിക്കുന്നവരെ, നമുക്ക് ഈ മനുഷ്യരെ ഒരുമിച്ച് നിർത്താം. നമുക്ക് ഈ മനുഷ്യരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ നാട് നന്നാക്കാം. മറ്റു വിഭാഗീയ ചിന്തകളിൽ നിന്നും, മനസ്സിന് അനവസരപ്പെടുന്ന ചിന്തകളിൽ നിന്നും, നാടിന് പ്രയാസമുണ്ടാകുന്ന ചിന്തകളിൽ നിന്നും നമുക്കിവിടെ മാറ്റി ഈ മനുഷ്യന്മാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സ്നേഹത്തിന്റെ ഈ കൂട്ടായ്മക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഉയർന്ന വിജയം നേടിയ ഇവരെ ആദരിച്ചുകൊണ്ട്, കായിക പ്രതിഭകളെ അനുമോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ജയ് ക്രസന്റ്.